എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നെടുവീർപ്പോടുകൂടെ വിലപിച്ചിടുവിൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഏർപ്പനായും തിന്മ ചെയ്തവർ വിധിയുടെ ഏർപ്പനായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഉള്ളവരെ, പറയുന്നതിന് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരും അറിയിപ്പായി സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പറയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന ശുശ്രൂഷ ഇന്ന് വൈകിട്ട് 6:30 ഈ ഭവനത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബ യൂണിറ്റ് അംഗങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് കടസ പ്രാർത്ഥനയിലൂടെ കർത്താവേ, ഈ ആത്മാവിന്റെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാനെ പ്രകാശിപ്പിക്കുകയും സ്വകരാജ്യത്തിൽ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസൻ ജോർജിന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാകുമാരിയിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശുമേൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിനായി ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മനത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണമാത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മനത്തിന്റെയും നാഥനും
പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നേരുന്നു, തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രത്യേകം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വാഹനങ്ങളിലാണ് എല്ലാവരും പള്ളിയിലേക്ക് പോവുക. വേണ്ട ക്രമീകരണങ്ങൾക്കായിട്ട് കുടുംബ യൂണിറ്റ് ഭാരവാഹികളും മറ്റുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി പറയുവിൻ. മിസ്രയീം വിട്ടതിൽ കേദീപ്പാനിലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെ
ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, തന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോ കൂടെയുണ്ട്. മിദ്യാനിൽ മോശയ്ക്ക് സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. ലോകവും അതിലെ നിവാസികളുമേ, സഹായിക്കണമേ. ലോകത്തിൽ ദൈവം തുണയാകാം കഴിയ നാഥാദുർബലരാ ഞങ്ങൾ കവചതകൾ അവനെ പ്രാർത്ഥിച്ച് ശക്തരാകുകയും പരിശുദ്ധന്മാരെ കൃപയും അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്ക് നൽകണമുദ്ധാനം. നീതിമാന്മാർ കാലത്തിൽ പ്രകാശമുദിച്ചു വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കവറിടമൊളിച്ചിന്നും അതിലുള്ളവരോ നാദന് പുകഴ് പാടും. സമാധാനം സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ
നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. എല്ലാവർക്കും സർവായും നൽകുകയും ചെയ്യുമ്പോൾ തന്റെ നീടകത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശികാരോടുകൂടെ ഇയാളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും ഞങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യണമേ. പ്രധാന പ്രതീക്ഷകളുടെ മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശങ്ങളുടെ രാജാവാകുന്ന ഇവന്റെ മനത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പൈതൃകമായി പരിപാടി ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ശരിയായി നൽകാൻ നിങ്ങൾ പിടിയും കഴിവില്ലതും സ്വർഗം തന്നിൽ രാജിക്കുന്നു. മൂന്നാം ദിവസം ജീവൻ ആത്മാവിനെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ദൈവമേ, നിരീക്ഷിതമായ സഭപ്പെടുന്ന കപടവത്ര മനോഹരമാകുന്നു. വിശ്വനാമത്തെയും പരിശുദ്ധാനിയാൽ പരിപുഷ്ടതും വിശുദ്ധമായ വിശ്രമം കപടം നീ പത്രീകരിക്കണമേ. ഇവന്റെ മനത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും തെളിക്കുക. ഞാൻ നിർമ്മലനാകും. കഴുകുക. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാറാകട്ടെ. നീ ശേഖരിച്ച വിശുദ്ധ പ്രദാശകൾ അത്യന്തം പറഞ്ഞതിനെ സഹായിക്കുമാറാകട്ടെ. ഇവന്റെ മനത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനിക്ക് പുറത്തുള്ള വിശദീകരിച്ച കർത്താവേ, നിനനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാനവരുടെ സ്വർഗ്ഗത്തിൽ നീ യോഗ്യരാക്കണമേ. ജീവന്റെ മനത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ സഹോദര പാവമാപ്പോർത്ത് സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കണമേ. ജീവന്റെ മനത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജന ഭാഗ്യം.
മഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജന ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജന ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിൽ സ്തുതി. ദൈവമെന്റെ പാപങ്ങൾ കഴുകി കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. ഞാൻ പാപിച്ചതുപോലെ നിന്റെ തിരുസന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിന് കരം നിറഞ്ഞ നീതിമാനമായ കർത്താവേ, മനസ്സിന്റെയും നാഥനും പിതാവുത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന പരിപാലിക്കണമേ. പുസ്തകം പ്രദേശം മരണപടിഞ്ഞമാക്കി മഴവഴി ഏർപ്പിക്കണമേ. ജീവന്റെ മനസ്സിന്റെയും നാഥനും പിതാവുത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമായ വിശുദ്ധരോടും കൂടെ ഉത്കർഷമായി ഉയർത്തും മഹനീയമായ ജീവിതം നൽകുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഇയാളെ സ്വീകരിക്കണമേ. എടുത്തുവേർപ്പെടുവാനത്തെ അനുഗമിക്കുകയും വൃദ്ധസമുദ്ര പങ്കെടുക്കുന്ന ദൈവം നിങ്ങളെ സ്വതന്ത്രം ഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ദേഹത്തിൽ കുന്തിരിക്കും അർപ്പിക്കാൻ അവസരമാണ്. വീട്ടുകാരുടെ സൈനിക ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. പ്രിയപ്പെട്ടവരേ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഈ ലോകമായയിൽ പെട്ടുവലഞ്ഞു ഞാൻ, മേലോകവാഴ്ചയിൽ ദുരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ.
ഞാൻ വസിച്ച ഭവനത്തോടും ഞാൻ ജീവിച്ച സമൂഹത്തോടും എന്റെ ബന്ധുമിത്രാദികളോടും എന്റെ സഹോദരീ സഹോദരങ്ങളോടും ഞാനിതാ യാത്ര ചോദിക്കുന്നു. യഹോവ എനിക്കായി ഒരുക്കിയ ആ ഭവനത്തിലേക്കു ഞാനിതാ യാത്രയാകുന്നു. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോടൊത്തുറങ്ങുവാൻ സ്വർഗത്തിലെ മാലാഖമാർ എന്നെ മാടി വിളിക്കുന്നു. എല്ലാ സാമർത്ഥ്യവും പുല്ലിന്റെ പൂ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലുപോലെ, മർത്യന്റെ ദേഹത്തിൽ എന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. നീ സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? ആ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും. ആ വീട്ടിൽ മൃത്യുവിൻ ഇല്ലോർ വഴി. 10,000 കോടി ദൂതന്മാരും മധ്യേ ഞാൻ കർത്താവേശുവിൻ കൂടെ വാഴും. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം, എന്റെ താതൻ രാജി. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം, എന്റെ താതൻ രാജി.